വെൽക്കം ടു എക്സൽ മാത്സ്. അരിത്തമെറ്റിക് സീക്വൻസിലെ ഏറ്റവും ലാസ്റ്റ് സെറ്റ് ഓഫ് എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സംസ് കാണാൻ പഠിച്ചു അല്ലെ? അതായത് ഫസ്റ്റ് n ടേംസിന്റെ അരിത്തമെറ്റിക് ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് n ടേംസ് കാണേണ്ട ഫോർമുല എങ്ങനെ വരും? ഹാഫ് ഓഫ് an into n plus 1 plus nb. Sn is equal to sum is equal to half into an into n plus 1 plus nb. അതല്ലെങ്കിലോ ഹാഫ് n into xn plus x1. xn എന്ന് പറഞ്ഞ ലാസ്റ്റ് ടേം, x1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം. ഇങ്ങനെ രണ്ട് ഫോർമുല നമ്മൾ പഠിച്ചു അല്ലെ? ഇനി ഈ ഫോർമുലയൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so let's move on to the first question. Find the sum of the first 25 terms of each of the arithmetic sequences below. ഒരു 6 സെറ്റ് കൊടുത്തിട്ടുണ്ട് അരിത്തമെറ്റിക് സീക്വൻസ്. അതിൽ രണ്ടെണ്ണം ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ അതുപോലെ തന്നെ ആയതുകൊണ്ട് അത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11, 22, 33 etc. 22, 33 etc. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് കാണാൻ പറ്റുന്നത് എന്താ? സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. ഫസ്റ്റ് 25 ടേംസിന്റെ സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സമ്മിന്റെ ഫോർമുല അറിയാം. ഇസ് ഈക്വൽ ടു ഹാഫ് an into n plus 1 plus nb. ഇതാണ് ഫോർമുല. ഇനി ഇതിലെ ഓരോ ടേംസ് നമ്മൾ എടുത്ത് എഴുതുകയാണ്. a എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ഡിഫറൻസ്. ഇവിടെ a എന്ന് ഉദ്ദേശിക്കുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ a is equal to 22 minus 11 which is equal to 11. ഇനി n എന്ന് പറഞ്ഞാൽ എത്രയാ കാണണ്ടേ? 25 ടേംസ് ആണ്, അത് 25. b എന്ന് പറഞ്ഞാൽ എത്രയാ? b എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്, അതായത് a. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ 11 ആണ്. 11 മൈനസ് കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പോ 11 മൈനസ് 11 0. ഓരോ വേരിയബിളിലും എന്താ വാല്യൂ എന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതി. ഇനി നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. Therefore, sum is equal to half into a എന്ന് പറഞ്ഞ 11 into n എന്ന് പറഞ്ഞ 25 into 25 plus 1 plus n 25 into 0. Okay, therefore sum is equal to half into 11 into 25 into 25 plus 1 26. ഇതെന്ന് പറഞ്ഞാൽ 25 into 0 0 ആയതുകൊണ്ട് അതിന് എഴുതണ്ട. ഓക്കെ, ഇത് വെട്ടിപ്പോയി 13 വന്നു, ക്യാൻസൽ ചെയ്ത് 13 വന്നു. ഇനി അപ്പൊ 11 into 25 into 13 എന്ന് പറഞ്ഞാൽ എത്രയും അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 3575 എന്നാണ് ആൻസർ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇതും സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ആണ് കാണേണ്ടത്. സമ്മിന്റെ ഫോർമുല എന്താ? സം ഇസ് ഈക്വൽ ടു ഹാഫ് an into n plus 1 plus nb. ഇവിടെ a എന്ന് പറയുന്നത് 32 minus 21, അതായത് കോമൺ ഡിഫറൻസ്. a എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് ആണ്. 32 minus 21 which is equal to 11. ഇനി n എന്ന് പറഞ്ഞാൽ 25, b എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 minus common difference is equal to 10. So therefore sum is equal to, ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഹാഫ് ഇൻറ്റു 11 ഇൻറ്റു 25 ഇൻറ്റു 25 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 26. 26 തന്നെ എഴുതി. പ്ലസ് ഇനി എൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? n എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 10, അതായത് 250. ഇത് 25 ഇൻറ്റു 10 250 എഴുതിയത് എൻ ബി. അപ്പൊ ഇനി ഇതെല്ലാം ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു ഇത് ക്യാൻസൽ ചെയ്ത് ഇവിടെ 13 വന്നു. 11 ഇൻറ്റു 25 ഇൻറ്റു 13 പ്ലസ് 250. 11 ഇൻറ്റു 25 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ എത്രയാ? 3575 പ്ലസ് ഇനി 250 കൂടി ചെയ്യണം, അതായത് 5 2 8 3 3825. ഓക്കെ, now move on to the second question. What is the difference between the sum of the first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 14 etc. അപ്പോൾ സീക്വൻസ് തന്നിട്ടുണ്ട് 6, 10, 14 etc. എന്താ കാണണ്ടേ? ഫസ്റ്റ് 20 ടേംസിന്റെ സം S20, അത് കഴിഞ്ഞിട്ടുള്ള ഈ 20 ടേംസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത 20 ടേംസിന്റെ സം എന്ന് പറഞ്ഞിട്ട് രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് കാണണം. അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് 20 ടേംസിന്റെ സം കാണണം. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല എന്താ? നമ്മൾ എല്ലായ്പ്പോഴും എഴുതുന്നത് പോലെ തന്നെ സം ഈസ് ഈക്വൽ ടു ഹാഫ് an into n plus 1 plus nb.
which is equal to a എന്ന് പറഞ്ഞാൽ എന്താ 10 minus 6 4. ഇനി b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 6 minus 4 which is equal to 2. n is equal to 20. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. s20 is equal to half into 4 into 20 into 21 plus n എന്ന് പറഞ്ഞാൽ 20 into 2 40. ഇത് 2 ഇത് ക്യാൻസൽ ചെയ്ത് ഇവിടെ 2 വന്നു. ഓക്കെ, 20 into 21 എന്ന് പറയുമ്പോൾ 42 420 into 2 4 840 840 plus 40 which is equal to 880. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മാണ് നമുക്ക് 880 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ കാണണ്ടേ? ഇനി നമുക്ക് ഈ 20 ടേംസ് കഴിഞ്ഞിട്ടുള്ള 20 ടേംസ് കാണണം. അതായത് A21th ടേം തൊട്ട് A40th ടേം വരെയുള്ള സമ്മാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ അറിയേണ്ടത്? A21th ടേം എത്രയാന്ന് അറിയണം, A40th ടേം എത്രയാന്ന് അറിയണം. ഓക്കെ, ഈ സീരീസില് കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ട് അത് ഇനി പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഇനി ഇത് കണ്ടുപിടിക്കാം. S20 equal to 880 കിട്ടി. ഇനി കാണേണ്ടത് A21, അതായത് A21th ടേം. അതെങ്ങനെയാ കാണേണ്ടത്? നമ്മൾക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ എന്താ? xn is equal to an plus b. അപ്പോൾ x21 ആണ് നമ്മൾ കാണേണ്ടത്. x21 കേട്ടോ, ഈ കൺഫ്യൂഷൻ വരും. x21 is equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a എന്ന് പറഞ്ഞാൽ എത്രയാ? 10 minus 6, അതായത് 4. n എന്ന് പറയുന്നത് 21, അപ്പോൾ 4 into 21 plus b എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 6 minus 4 2. ഓക്കെ, ഈ xn ഈക്വൽ ടു an plus b യിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അതായത് 84 plus 2 which is equal to 86. അപ്പോൾ x21th ടേം എന്ന് പറയുന്നത് 86 ആണ്. ഇനി നമ്മൾ എന്താ കണ്ടത്? x40th ടേം. ഓക്കെ, x40 നമ്മൾ ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് an plus b, an മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 4 into 40 plus 2 which is equal to 160 plus 2 is equal to 162. രണ്ട് ടേമും കിട്ടി. ഇനി സം കാണാലോ. നമുക്ക് വേറൊരു ഫോർമുലയും കൂടി ഉണ്ട് സം കാണാൻ. എന്താ? ഹാഫ് എൻ ഇൻറ്റു xn പ്ലസ് x1. ഇങ്ങനെ ഒരു ഫോർമുലയും കൂടി ഉണ്ട്. അപ്പൊ ഇത് രണ്ട് ടേം നമുക്ക് കിട്ടി, ഇതറിയാം. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് n എന്ന് പറഞ്ഞാൽ എത്രയാ? 20. നെക്സ്റ്റ് 20 ടേംസിന്റെ സമ്മ കണ്ട. അപ്പൊ എന്നിന് വ്യത്യാസം തന്നെയില്ല, n 20 തന്നെ ഇൻറ്റു 162 പ്ലസ് 86. ഓക്കെ, ഇവിടെ ക്യാൻസൽ ചെയ്ത് 10 വന്നു. which is equal to 10 into 162 plus 86 എന്ന് പറയുമ്പോൾ 8 14 1 2 48 into 10, അതായത് 2480. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിന്റെ രണ്ടിന്റെ ഈ രണ്ട് സമ്മിന്റെയും ഡിഫറൻസ് കാണണം. therefore difference between the sums is equal to 2480 minus 880 0 0 6 1600. Okay, now move on to the third question. Calculate the difference between the sums of the first 20 terms of the arithmetic sequences 6 10 14 etc 15 19 23 etc. രണ്ട് സീക്വൻസസിന്റെ സം കാണണം, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എടുക്കണം. 6 10 14 etc 15 19 23 etc. ഇങ്ങനെ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ സെപ്പറേറ്റ് നമ്മൾ സം കണ്ടിട്ട് ഡിഫറൻസ് കാണാം. എത്ര സം 20 ടേംസിന്റെ സം ആണ് കാണുന്നത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സം ഈസ് ഈക്വൽ ടു ഹാഫ് an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് എൻ ബി. ഇപ്പൊ ആദ്യം ഇതിന്റെ കേസ് നോക്കാം. ഇപ്പൊ a എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 10 minus 6 4. അതുപോലെ n എന്ന് പറയുന്നത് 20. b എന്ന് പറയുന്നത് b is equal to ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 6 മൈനസ് കോമൺ ഡിഫറൻസ് 4 6 minus 4 2. Okay, therefore sum is equal to half into 4 into 20 into 21. 21 കിട്ടുന്ന എങ്ങനെയാ? n plus 1 20 plus 1 21 plus 20 into b 2. Okay,
ഇവിടെ ക്യാൻസൽ ചെയ്ത് 2 വന്നു. 20 into 21 ചെയ്യുമ്പോൾ 420 വരും. 20 into 21 420 വരും. 420 into 2 ചെയ്യണം. 420 into 2 എന്ന് പറയുമ്പോൾ 840 plus 40 which is equal to 880. ഓക്കെ, ഇനി അടുത്ത എന്താ കാണേണ്ടത്? നമ്മള് ഇതിന്റെ ഇതുപോലെ തന്നെ സം കാണണം. അത് കാണാം എങ്ങനെയാ? a is equal to 19 minus 15 4. അതുപോലെ n equal to 20, b is equal to 15 minus 4. 15 minus 4 എന്ന് പറയുമ്പോൾ 11. ഓക്കെ, therefore sum is equal to half into ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. a എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 into n ആണ് 20 into 21 plus 20 into 11. ഇവിടെ b 11 ആണ്. കാരണം എന്താ? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ആണ് 4 ആണ്. 15 minus 4 എന്ന് പറയുമ്പോൾ 11 കിട്ടി. ഓക്കെ, ഇനി ഇത് ക്യാൻസൽ ചെയ്തു. ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ 840 plus 220 which is equal to 1060 കിട്ടി. അപ്പൊ ഇനി ഡിഫറൻസ് കാണാലോ. therefore difference between two sums is equal to 1060 minus 880. 0 ഇവിടെ 16 വരുമ്പോൾ 8, ഇവിടെ 9 1. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 180. Okay. Now move on to the fourth question. Find the sum of all 3-digit numbers which are multiples of 9. 3-digit numbers 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3-digit numbers ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 108 ആണ്. അതായത് 9 കൊണ്ട് ഫുള്ളി ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ആദ്യത്തെ 3-digit നമ്പർ എന്ന് പറയുന്നത് 108 ആണ്. ഓക്കെ, കണ്ടോ? ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 കിട്ടി. അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആണ് 108. ഓക്കെ, അപ്പൊ അതുപോലെ ലാസ്റ്റ് 3-digit നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഫസ്റ്റ് 4-digit നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ളതായിരിക്കാം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റണം. അതെന്ന് പറഞ്ഞാൽ 999 ആണ്. ഇതിന്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് സീക്വൻസ് വരുന്നത്. ഇങ്ങനെ 9 കൂട്ടിയായിരിക്കും പോണേ. അതായത് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസ് 9 ആയിരിക്കും. അപ്പൊ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 117 ആയിരിക്കും. അതിന്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 126 ആയിരിക്കും. എക്സെട്ര ഇങ്ങനെ 999 വരെ പോകും. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല. അത് അറിഞ്ഞാലാണ് ഇതിന്റെ സം കാണാൻ പറ്റുള്ളൂ, ഈ സീക്വൻസിന്റെ സം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം. നമുക്ക് അറിയാവുന്ന xn ഈക്വൽ ടു an പ്ലസ് ബി എന്നൊരു ഫോർമുല അറിയാം. xn എന്ന് പറയുന്നത് എന്താ? 999. ഓക്കെ, a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 9. n എത്രയാന്ന് നമുക്ക് അറിയില്ല, അത് അങ്ങനെ തന്നെ ഇടാം. b എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. അതായത് 108 മൈനസ് 9 ചെയ്യണം. 89. ഇവിടെ 99 പ്ലസ് 9 ആണ് 108. അപ്പൊ ഇത് 99. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? പ്ലസ് 99 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. therefore 9n is equal to 999 minus 99 which is equal to 900. therefore n is equal to 900 divided by 9 equal to 100. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്ര? 100 കിട്ടി. അതായത് ഇത് 100 ടേംസ് ഉണ്ടെന്ന് മനസ്സിലായി നമുക്ക്. അപ്പൊ നമ്മൾ സം എത്രയാണ്? S100 ആണ് നമ്മൾ കാണേണ്ടത്. അതായത് സം ഓഫ് 100 ടേംസ്. ഓക്കെ, സം കാണാൻ പോവാണ്. S100 is equal to ഫോർമുല എന്താ? half an into n plus 1 plus nb. ഈ ഫോർമുല തന്നെ വേണമെന്നില്ല, നമുക്ക് മറ്റേ ഫോർമുല ഇടാം. half n into xn plus x1. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് അറിയാം. അതുകൊണ്ട് ഈ ഫോർമുല ഇട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഏതായാലും സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഹാഫ് ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയ? 100 ഇൻറ്റു xn എന്ന് പറഞ്ഞാൽ 999 പ്ലസ് x1 എന്ന് പറഞ്ഞാൽ 108. ഇത് ലാസ്റ്റ് ടേം, ഇത് ഫസ്റ്റ് ടേം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 50. അതായത് 50 ഇൻറ്റു 999 പ്ലസ് 108 എത്രയാണ്? 999 പ്ലസ് 108 17 10 1 11 1107. ഓക്കെ, ഇനി ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 35 55. അതായത് 5535 ആണ് ആൻസർ. ഓക്കെ,
Now move on to the fifth question. The expressions for the sum to n terms of some arithmetic sequences are given below. Find the expression for the nth term of each. ഇതും 5 പാർട്സ് ഉണ്ട്. അതിൽ 2 ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. സെയിം മെത്തേഡ് ആയതുകൊണ്ട് പ്രോബ്ലം വരില്ല ചെയ്യാനായിട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ n സ്ക്വയർ പ്ലസ് 2n. ഇതെന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് n അരിത്തമെറ്റിക് സം ഓഫ് n ടേംസിന്റെ സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ എക്സ്പ്രഷൻ അല്ല, അതിന്റെ സമ്മിന്റെ എക്സ്പ്രഷൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കണം? ഇത് വെച്ചിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ xn, അതായത് nth ടേമിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? n-ന് 1 വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ n ഈക്വൽ ടു 1 ഫസ്റ്റ് ടേം, n-ന് 1 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഈക്വൽസ് 3. അപ്പൊ ഫസ്റ്റ് ടേം 3 കിട്ടി. ഓക്കെ, ഇനി n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം ആണോ കിട്ടണേ? അല്ല, സം ഓഫ് 2 ടേംസ് ആണ് കിട്ടണേ. S2, അതായത് ഫസ്റ്റ് ടേമിന്റെ സെക്കൻഡ് ടേമിന്റെ സം ആണ് നമുക്ക് ഇതിൽ n-ന് 2 കൊടുക്കുമ്പോൾ കിട്ടുന്നത്. കാരണം എന്താ? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസസിന്റെ n ടേംസിന്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ S2 is equal to, ഇനി n-ന് 2 കൊടുക്കുക, 2 സ്ക്വയർ പ്ലസ് 2 into 2 which is equal to 4 plus 4 equals 8. അപ്പൊ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. അങ്ങനെയാകുമ്പോൾ സെക്കൻഡ് ടേം എന്താ? therefore സെക്കൻഡ് ടേം is equal to S2 minus ഫസ്റ്റ് ടേം. ഇത് രണ്ടും കൂടി കുറച്ചാൽ മതി, അതായത് 8 minus 3 equals 5. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാലോ. therefore അരിത്തമെറ്റിക് സീക്വൻസ് is equal to 3, 5, 7, etc. കോമൺ ഡിഫറൻസ് 2 ആണെന്ന് മനസ്സിലായി. 3 5 ഫസ്റ്റ് സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2 അല്ലേ? അതെ, അപ്പൊ 2 കൂട്ടി കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ nth ടേം, അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ കാണണം. അതിന്റെ ഫോർമുല എന്താ? xn is equal to an plus b. ഇവിടെ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 2, പിന്നെ b എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് 3 minus 2 equals 1. therefore xn is equal to 2n plus 1. ഇതാണ് ആൻസർ. അതായത് ഈ സം ഓഫ് n ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് n സ്ക്വയർ പ്ലസ് 2n ന്റെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി അതിൽ തന്നെയുള്ള അടുത്തൊരു പ്രോബ്ലം 2n സ്ക്വയർ മൈനസ് n. അപ്പൊ ഇതെന്താ? ഇത് സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണിത്. നമ്മൾ ആ അരിത്തമെറ്റിക് സീക്വൻസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആദ്യം n ഈക്വൽ ടു 1 കൊടുക്കും. n ഈക്വൽ ടു 1, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 2 into 1 സ്ക്വയർ മൈനസ് 1 which is equal to 2 minus 1 equals 1. അപ്പൊ ഫസ്റ്റ് ടേം 1 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ? n ഈക്വൽ ടു 2, അത് നമ്മൾ കൊടുക്കുകയാണ്. when n ഈക്വൽ ടു 2, S2 is equal to 2 into 2 സ്ക്വയർ മൈനസ് 2, അതായത് 2 into 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 cube 8, 8 minus 2 equals 6. ഇതെന്ന് പറഞ്ഞാൽ സം ആണ്. ഫസ്റ്റ് ടേമിന്റെ സെക്കൻഡ് ടേമിന്റെ സം ആണ് 6. അപ്പൊ therefore സെക്കൻഡ് ടേം is equal to 6 minus 1 equals 5. അപ്പോൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം കിട്ടിയാൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റും. therefore അരിത്തമെറ്റിക് സീക്വൻസ് is equal to എന്താ? ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 5. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാ? 4 കൂട്ടി പോയാൽ മതി. 9, 13 etc. ഇതാണ് അതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഇതിന്റെ nth ടേമിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അതായത് xn equals an plus b. a equals 5 minus 1 4, b equals 1 minus 4 ചെയ്യണം. 1 minus first term minus common difference 1 minus 4 equals minus 3. therefore xn is equal to 4n minus 3. ഇതാണ് അതിന്റെ algebraic expression. Okay, so we are winding up today's class. Hope you all understood. See you soon in the next class. Till then, bye.